കഴിഞ്ഞ 13 വർഷത്തിലാദ്യമായി യുകെയിൽ അങ്ങോളം ഇങ്ങോളം ഏറ്റവും അധികം പോലീസുകാരെ വിന്യസിച്ച ദ ബിഗ്ഗസ്റ്റ് പോലീസിംഗ് വീക്കെൻഡിനാണ് ഈ ആഴ്ച സാക്ഷ്യം വഹിക്കുന്നത്. യുകെയിലെ പ്രധാനപ്പെട്ട സിറ്റികളിലെല്ലാമായി നടന്നുവരുന്ന പ്രക്ഷോഭങ്ങളുടെ പിന്നിലെ കാരണം എന്താണ്, ഇപ്പോഴത്തെ യുകെയിലെ സാഹചര്യം എന്താണ് എന്നൊക്കെയുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. യുകെ ഇമിഗ്രൻസിന് വെൽക്കമിംഗ് ആയിട്ടുള്ള ഒരു രാജ്യമായതുകൊണ്ട് തന്നെ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ആളുകൾ യുകെയിലേക്ക് കുടിയേറി പാർക്കുകയും ഇവിടെ ജോലി കണ്ടെത്തുകയും സെറ്റിൽ ആവുകയും സന്തോഷത്തോടെ ജീവിച്ചു വരികയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് യുകെയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഫാർ റൈറ്റ് വിങ് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾ ചേർന്നിട്ട് ഒരു മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അവരുന്നയിച്ച അവകാശവാദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യുകെയിലുള്ള പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ഇവിടെയുള്ള ഇമിഗ്രൻസ് ആണെന്ന് അവർ പറഞ്ഞു വരുത്തുകയാണ്. അവർ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയധികം പോസ്റ്റുകൾ ചെയ്യുന്നു. അതുപോലെ തന്നെ സിറ്റീസ് ഒക്കെ കേന്ദ്രീകരിച്ച് അവർ പ്രൊട്ടസ്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഡെവലപ്മെന്റ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി വരികയാണ്. അപ്പോൾ അതിനിടയിലാണ് യുകെയിലെ പല ഭാഗങ്ങളിലായിട്ട് ഇമിഗ്രൻസിന്റെ ഭാഗത്തു നിന്നുള്ള ഡെവലപ്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് ബംഗ്ലാദേശീസ് അവരുടെ രാജ്യത്തുള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഈസ്റ്റ് ലണ്ടനിൽ തെരുവിലിറങ്ങുകയും അവരൊരു പ്രൊട്ടസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ ലീഡ്സിൽ റൊമേനിയൻസിന്റെ ഒരു പ്രൊട്ടസ്റ്റ്, മാഞ്ചസ്റ്ററിൽ പോലീസ് ഇമിഗ്രൻസിനെതിരെ അൺജസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ പാർഷ്യാലിറ്റി കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെയധികം ഇമിഗ്രൻസ് പോലീസിനെതിരെ ഒരു പ്രൊട്ടസ്റ്റ് കൂടി നടത്തുന്ന ഒരു സാഹചര്യം യുകെയിൽ ഉണ്ടായി. ഇപ്പോൾ ഫാർ റൈറ്റ് വിങ് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾ ഒരു മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ യുകെയിലെ പല സിറ്റികളിലായിട്ട് ഇമിഗ്രൻസിന്റെ ഭാഗത്തു നിന്നുള്ള പ്രൊട്ടസ്റ്റുകൾ നടക്കുന്നു. അപ്പോൾ ഇതിനിടയിലാണ് 29-ാം തീയതി വളരെ ദുർഭാഗ്യകരമായ ഒരു സംഭവം നടക്കുന്നത്. 17 വയസ്സുള്ള ഒരു ബാലൻ സൗത്ത് പോർട്ടിലെ ഒരു ഡാൻസ് സ്കൂളിൽ കയറുകയും 3 പെൺകുട്ടികളെ കുത്തി കൊലപ്പെടുത്തുകയും 10-ലധികം ആളുകൾക്ക് പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്നത്. പോലീസിന് പെട്ടെന്ന് തന്നെ ഈ ബാലനെ പിടികൂടാൻ കഴിഞ്ഞെങ്കിലും ആളൊരു മൈനർ ആയതിനാൽ യുകെ ലോ പ്രകാരം അവന്റെ ഡീറ്റെയിൽസ് ഒന്നും പുറത്തുവിടുവാൻ സാധിച്ചില്ല. ഈ ഒരു സിറ്റുവേഷനാണ് ഫാർ റൈറ്റ് വിങ് പാർട്ടി മുതലെടുത്തത്. അവരെന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കുറ്റകൃത്യം ചെയ്തത് യുകെയിലേക്ക് എത്തിയ ഒരു ഇമിഗ്രന്റ് ആണെന്നുള്ള ഒരു ഫേക്ക് ന്യൂസ് സോഷ്യൽ മീഡിയയിൽ ആകമാനം പറഞ്ഞു വരുത്തുകയുണ്ടായി. ഈ ഒരു ഫേക്ക് ന്യൂസ് കാട്ടുതീ പോലെ സ്പ്രെഡ് ആവുകയും യുകെയിലെ പ്രധാനപ്പെട്ട എല്ലാ നഗരങ്ങളിലും ഫാർ റൈറ്റ് വിങ് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾ ഇറങ്ങുകയും പ്രക്ഷോഭങ്ങൾ നടത്തുകയും കാറുകൾ കത്തിക്കുന്നു. അതുപോലെ തന്നെ ഹോളിഡേ ഇൻ പോലെ ഇമിഗ്രൻസിനെ പാർപ്പിക്കുന്ന ഹോട്ടലുകളിലൊക്കെ വളരെ ശക്തമായ അക്രമം അഴിച്ചുവിടുകയും ഹോട്ടലിന്റെ ഗ്ലാസുകളൊക്കെ അടിച്ചു പൊട്ടിക്കുകയും പിന്നെ പോലീസുമായിട്ട് വളരെയധികം സംഘടനകളൊക്കെ ഉണ്ടാവുകയും മൊത്തത്തിൽ യുകെയിൽ എത്തിയിട്ടുള്ള ഇമിഗ്രൻസിനൊക്കെ ഭീതിജനകമായ ഒരു സാഹചര്യമാണ് യുകെയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങൾ രൂക്ഷമാവുന്ന സാഹചര്യത്തിൽ യുകെ ഗവൺമെന്റ് ആ ബാലന്റെ ഡീറ്റെയിൽസ് പുറത്തുവിടുവാൻ നിർബന്ധിതരാവുകയാണ്. യുകെയിൽ തന്നെ വെയിൽസിൽ ജനിച്ചു വളർന്ന അലക്സ് റൂഡകുബാന എന്ന് പറയുന്ന 17 വയസ്സുള്ള ബാലനാണ് ഈ കുറ്റകൃത്യം ചെയ്തത്. ഫേക്ക് ന്യൂസിൽ പറയുന്നത് പോലെ ഇസ്ലാം മതവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരു പയ്യൻ കൂടിയാണ് ഇവൻ. ഇവന്റെ മാനസിക നില ശരിയല്ലാത്തതിനാലാണ് ഇങ്ങനെ ഒരു കുറ്റകൃത്യത്തിൽ അവൻ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ന്യൂസ് യുകെ ഗവൺമെന്റ് പുറത്തുവിട്ടതിന് ശേഷം ഫാർ റൈറ്റ് വിങ് തഗ്സിനെതിരെ യുകെയിലുള്ള സിറ്റിസൺസ് തന്നെ തെരുവിലിറങ്ങി പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അപ്പം ഈ വീക്കെൻഡിൽ യുകെയിലുള്ള മിക്ക നഗരങ്ങളിലും റയോട്ട്സ് ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇമിഗ്രൻസ് ആയിട്ടുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള റയോട്ട്സ് നടക്കുന്ന ഏരിയയിലേക്ക് പോകാണ്ടിരിക്കുവാൻ ശ്രദ്ധിക്കുക. എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻസ് അവരവരുടെ ഏരിയയിൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ പോലീസിനെ റിപ്പോർട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ബൈ.